إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرًا ونذيرًا بين يدي الساعة. اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോകങ്ങളുടെയും സ്രഷ്ടാവും പരിപാലകനുമായ അർ-റഹ്മാനും അർ-റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പടച്ച തമ്പുരാൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യം എന്നോട് വസിയ്യത്ത് ചെയ്യുകയാണ്. ശേഷം നിങ്ങളോടും സഗൗരവം അത് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ സകല പാപങ്ങളും അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം നാഥൻ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, ലോകത്തെ കലണ്ടറിലെ എല്ലാ ദിവസവും UN മിക്കവാറുമൊക്കെ ഓരോ ദിനങ്ങളുടെ സ്മരണയും അതിൻ്റെ ആഘോഷവും ചർച്ചയുമൊക്കെ ആക്കാറുണ്ട്. നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനൊരു ദിനം ആചരിക്കുന്നു എന്ന് വായിച്ചപ്പോൾ ഈ ടെലിവിഷൻ നമ്മുടെ ഇടയിലേക്ക് വന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ടിവിക്കും ടെലിവിഷനും സിനിമയ്ക്കും ഒക്കെ എതിര് പറഞ്ഞവരാണ്. ഇന്നിപ്പോൾ അത് പറഞ്ഞവരും അവരുടെ മക്കളുമൊക്കെ ഇന്ന് കയ്യിൽ ടിവിയും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ മൊബൈലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പണ്ടതൊരു പെട്ടിയായിരുന്നു, വിട്ടിപ്പെട്ടി എന്നൊരു ഓമന പേരൊക്കെ അതിന് ആളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില വീടുകളിലൊക്കെ ചില വിശിഷ്ട വ്യക്തികളൊക്കെ സന്ദർശനത്തിന് വരുമ്പോൾ അതുള്ളതൊരു ജാള്യതയായി കണക്കാക്കി അതിനെ ചെന്ന് മറയ്ക്കുമായിരുന്നു, സ്ക്രീനിൻ്റെ പിന്നിലേക്ക് മാറ്റുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അത് കുറച്ചുകൂടെ അങ്ങ് പുരോഗമിച്ച് വന്നപ്പോൾ പഴയ മീമുള്ള് എന്നതിന് പറയുക, പഴയ ആൻറ്റീനക്ക്
പിന്നെ അത് ഡിഷിലേക്ക് വന്നൊരു കാലം ഉണ്ടായിരുന്നു. ടെക്നോളജിയുടെ ഒരു വികാസമാണ്. അന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നത് എൻ്റെ വീട്ടിലെ ടി വിയിൽ 100 ചാനൽ കിട്ടും എന്നാണ്. പിന്നത് ആ 100 ചാനലിൻ്റെ ടി വിയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇന്നിപ്പോ ലോകത്തുള്ള മൊത്തം മനുഷ്യരുടെ എണ്ണത്തെക്കാളും ചാനലുകളും അതിലെ റീലുകളുമായിട്ട് വീഡിയോകളുടെ അതിപ്രസരവും ചാനലിൻ്റെ എണ്ണമൊക്കെ നോക്കി ഒരാൾക്ക് തന്നെ എത്ര ചാനലാണ്. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുമോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, വായിക്ക് പിള്ളേർക്ക് പറയാൻ പറ്റാക്കിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിക്കുക. കാലം പോയ പോക്ക് നോക്കിയാൽ യൂട്യൂബിൽ മാത്രം വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണല്ലോ യൂട്യൂബിൽ മാത്രം 1 മിനിറ്റിൽ 500 മണിക്കൂർ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. 1 മിനിറ്റിൽ ഞാനിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ അല്ലേ എത്ര മിനിറ്റ് ആയി? 5 മിനിറ്റ് ആയിട്ടില്ല. 1 മിനിറ്റിൽ 500 മണിക്കൂർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആര് കണ്ടു തീർക്കാനുണ്ട്? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും മൊബൈൽ ഇപ്പോൾ ഒരു അനിവാര്യതയായി മാറിയില്ലേ, അപ്പൊ പിന്നെ ഈ പഴയ കഥയൊക്കെ ഇനി പറഞ്ഞിട്ട് വീണ്ടും എന്തിനാ ഞങ്ങളിനി ഇടങ്ങിറക്കാൻ നിൽക്കുന്നത്? അല്ല, മൊബൈൽ അനിവാര്യമായി മാറി എന്നതുകൊണ്ട് ഹറാമ് ഹലാലാകുമോ? അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഹറാമ് ഇതൊരു അനിവാര്യതയായി മാറി എന്നതുകൊണ്ട്, സർവ്വവ്യാപിയായി മാറി എന്നതുകൊണ്ട്, എൻ്റെയും നിങ്ങളുടെ കയ്യിൽ 1-2 മൊബൈലുകളൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കൊരു ദിവസം 1 GB 1.5 GB 2 GB പോരാ ഇന്റർനെറ്റ്. അതുകൊണ്ട് ഈ ഹലാലെന്ന് ഹറാമെന്നാണ് ഹലാലാവുക. പണ്ഡിതന്മാർ ഒരു കാലത്ത് ഇത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വെറുതെ പറഞ്ഞതൊന്നും ആകാൻ വഴിയില്ല. അതിൻ്റെതായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ടെലിവിഷനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അത് ഹറാമെന്ന് ഫത്വ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ടെലിവിഷനും സിനിമയും ഒക്കെ അപകടകാരികൾ തന്നെയാണ്. അതിനാ വിഷയത്തിൽ സംശയമൊന്നുമില്ല. ഒരു പാപം നമ്മളിങ്ങനെ നിരന്തരമായി ചെയ്തു വരുമ്പോൾ ആ പാപത്തിൻ്റെ ഗൗരവം ലഘൂകരിക്കപ്പെടും. അതൊരു പൊതുതത്വമാണ്. ആദ്യമേ പാപത്തെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നെ അത് പ്രശ്നമില്ല, എല്ലാവരും ആയല്ലോ, ഞാനുമായി നിങ്ങളുമായി, പിന്നെ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്ന് അറിയുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇതൊരു തിന്മയാണ്. ഇതിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അറബികളും അനറബികളുമായ വിവിധ രാജ്യക്കാരായ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ അതിൻ്റെ അപകടത്തെ സംബന്ധിച്ചും മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാനികവും സാമൂഹികമായ അവസ്ഥക്ക് ഇതുണ്ടാക്കുന്ന മഹാദോഷത്തെ സംബന്ധിച്ചും ധാരാളം വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയുകയും ചെയ്യാം. നമുക്കറിയില്ലാത്ത കേസല്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ എങ്കിലും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ എന്താ അത്ര പ്രശ്നമാണ്. ഇനിയും ഇതുണ്ടാക്കുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് മനസ്സിലാകാത്തവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. തീരെങ്ങനെ നിസ്സാരമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ പണ്ട് നമ്മൾ വാങ്ങി വെച്ച ഇപ്പൊ അത്ര ഉപയോഗത്തിലില്ലാത്ത ഈ TV അതൊരു മൂലയ്ക്ക് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം അതിനേക്കാൾ കൂടി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ സാധനം കൊണ്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് പിന്നെ വീട്ടിലെ ടിവിൻ്റെ ആവശ്യമില്ല. വീട്ടിലെ വയോധികരായ ആളുകളുടെ പ്രായം ചെന്നവരുടെ കൂട്ടിരിപ്പുകാരനാണ് TV. അവർ അത് ഓണാക്കി വെച്ചിട്ട് ഫുൾ അതിൻ്റെ മുന്നിലാണ്. പിന്നെ മൊബൈലിനേക്കാളൊക്കെ ഇഷ്ടം കുറച്ച് ബിഗ് സ്ക്രീൻ ആയതുകൊണ്ട് അതും കണ്ടെങ്കിൽ ഇരിക്കാമല്ലോ. ഈ മൊബൈൽ നമ്മളുടെ ഇടയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനൊരു പ്രാചീന രൂപം ഉണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ആയിരുന്നു. പണ്ട് നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് ബുക്ക് ചെയ്ത് ട്രങ്ക് കോൾ വിളിച്ചു കൊണ്ടിരുന്ന ലാൻഡ് ഫോൺ. അതൊരു പക്ഷേ പലർക്കും അറിയുകൂടെ ഉണ്ടായില്ല. കാരണം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പൈസ ഏതെങ്കിലും വീട്ടിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടാവുള്ളൂ. അത് പിന്നീട് വന്ന് ഞെക്കുന്ന ഫോണായി. അതായത് ഒരു ദിവസം നമ്മൾ ഏതാനും മിനിറ്റുകൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്ന നമ്മളുടെ ഫോൺ ഇന്നൊരു വിനോദ മാധ്യമം എന്ന നിലയും വിട്ടിട്ട് ഇതിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഉപകരണമാണ്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. വിനോദോപാധിയാണ്. ഫോൺ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് മറ്റു സംഗതികളാണ്. ചെറുപ്പക്കാരുടെ നോക്കുക മൊത്തം ഗെയിം കളിയാണ്, അല്ലെ റീല് കാണലാണ്. നമ്മുടെ വീട്ടിലുള്ള പ്രത്യേകിച്ച് മാതാക്കളുടെ, സ്ത്രീകളുടെ മൊബൈല് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉമ്മാക്കും വാപ്പാക്കും പകരം നിൽക്കുന്നൊരു സാധനമാണ്. ഉമ്മാക്കും വാപ്പാക്കും മക്കളെ നോക്കുന്നതിന് പകരം
ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അടങ്ങിയിരുന്നോളുമല്ലോ. പെണ്ണുങ്ങളുടെ ന്യായമാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശല്യമൊന്നുമില്ല, കുട്ടികൾ തോട്ട മൂലയിലേക്ക് പോയിക്കോളും. ഒരു ശല്യവും വീട്ടിലില്ല. സുഖമായിട്ട് വീട്ടുജോലികൾ ചെയ്യാം. വീട്ടുജോലികൾ ചെയ്യാനുള്ള സ്ത്രീകളുടെ ഏക പരിഹാരമാണ് മൊബൈൽ. ഞാൻ ചോദിച്ചിട്ട്, കുട്ടികളോട് സംസാരിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് എത്രയുണ്ട്? ഞാൻ മക്കളെ വളർത്തുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്, നിങ്ങൾക്ക് മക്കളായിട്ടോ പേരമക്കളായിട്ടോ മക്കളുണ്ട്. എത്ര മാതാപിതാക്കളുണ്ട് കുട്ടികളോട് ഇരുന്ന് സംസാരിക്കുന്നത്? ഇല്ല എന്ന് പറയാം. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ റീലിലും മൊബൈൽ ഗെയിമിലും വീഡിയോ ഗെയിമിലും അഡിക്റ്റഡ് ആയ കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലുള്ളവരെ വേണ്ട. യാഥാർത്ഥ്യതായി മാറി. തങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി, വീട്ടിലെ ജോലികൾക്ക് വേണ്ടി മക്കളെ മൊബൈലും കൊടുത്ത് മാറ്റിയിരുത്തിയ മാതാപിതാക്കൾക്ക് ഇപ്പൊ അവരുടെ കുട്ടികൾക്ക് മാതാപിതാക്കളെ വേണ്ട, വീട്ടിലാരെയും വേണ്ട, എനിക്കിത് മതി, മൊബൈൽ മതി. മൊബൈലിന് വേണ്ടി വാശി പിടിച്ച് കയറിയാണ്. ഇതിന് എന്താ പരിഹാരം? ചില മാതാപിതാക്കളുണ്ട്, അവർ വല്ലാത്തൊരു പ്രയാസമല്ല, ജോലിക്കാരായ ആളുകളാണ്. അവർക്ക് അവരുടെ കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ മറ്റു പരിഹാരമില്ല, അവരത് കൊടുത്തിട്ട് പോകും. കുട്ടികൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് മണിക്കൂറുകൾ ഇതിൻ്റെ പിന്നാലെ. അമേരിക്കയിലെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, AAP, ഔദ്യോഗിക ഏജൻസിയാണ്. അവർ ശുപാർശ ചെയ്യുന്നത് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്നത് ഒരു ദിവസം 1 മണിക്കൂറിൽ കൂടുതൽ കൂടരുത്, മാക്സിമം. 5 വയസ്സ് വരെ, 2 വയസ്സ് വരെ കുട്ടികളെ മൊബൈൽ കാണിക്കാനേ പാടില്ല. 2 to 5 വയസ്സ് വരെ മാക്സിമം അവർ സമ്മതിച്ചു തന്നിരിക്കുന്നത്. അമേരിക്കൻ പഠനമാണ്, നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ പഠനമൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ മോശമായിട്ടില്ല, നമ്മൾ ഒക്കെ യൂറോപ്പിലേക്കാണല്ലോ നോക്കുക, അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത്. അവിടുത്തെ പഠനമാണ് 1 മണിക്കൂറിൽ കൂടുതൽ കുട്ടികൾക്ക് ഈ സാധനം കൊടുക്കാൻ പാടില്ല എന്നാണ്. നോക്കൂ, ഇതിപ്പോൾ മാതാപിതാക്കൾ വരുന്നവരെ കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ പണികൾ തീർക്കാനുള്ള അവസരമായി കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തേക്കാണ് ഈ മൊബൈൽ. ശരിക്കും എല്ലാ ഡിവൈസുകളും മാറ്റിവെച്ച് 1/2 മണിക്കൂറിൽ കൂടുതൽ കുട്ടികളോട് മാതാപിതാക്കൾ സംസാരിച്ചിരിക്കണം എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. നമ്മളതൊരു ടാസ്ക് ആയിട്ട് എടുക്കണം. പല ടാസ്കും നമ്മൾ ചെയ്യാറില്ലേ? ഒരു ടാസ്ക് ആയിക്കോട്ടെ. ഒരു ദിവസം ഞാൻ എൻ്റെ മക്കളോട് എല്ലാ ഡിവൈസും മാറ്റി വെച്ച്, ഇത് കുട്ടികളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അപ്പാൻ്റെ കയ്യിലുണ്ടാവും, ഉമ്മാൻ്റെ കയ്യിലുണ്ടാവും, അല്ല, ഇതൊക്കെ മാറ്റി മൂലയ്ക്ക് വെക്ക്. നിങ്ങൾ നിങ്ങളുടെ മകനോട് മകളോട് 1/2 മണിക്കൂർ സംസാരിക്കുക. ഏറ്റവും കുറഞ്ഞ 1/2 മണിക്കൂർ. എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ സ്കൂളിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടികളില്ലേ, ആദ്യമുള്ള ആ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ, നഴ്സറി ക്ലാസ്സിൽ അയക്കുമ്പോഴത്തേക്കും അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ടാവും. ഒന്ന് ഫ്ലാഷ് ബാക്ക് പോയിക്കും, ബാക്കിലേക്ക്. നമ്മുടെ മറ്റേ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന ആ ചെറിയ കാലം ഉണ്ടല്ലോ, LKG ക്ലാസ്സിൽ 1 കുറേ കഥകൾ പറയാനുണ്ടാവില്ലേ? നമ്മളെന്താന്ന് അവരോട് ചെയ്തത്? കേൾക്കാൻ സമയമില്ല, കുറച്ച് കഴിഞ്ഞ് കേൾക്കാം കേട്ടോ, ഇപ്പം ഉമ്മ കുറച്ച് പണിയുണ്ട്, ബാബ കുറച്ച് പണിയുണ്ട്, അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങും. ഇത് കുട്ടി കുറച്ച് കാലം ഇങ്ങനെ പറഞ്ഞു നോക്കൂ, പിന്നെ മനസ്സിലാവും തൻ്റെ വാക്ക് കേൾക്കാൻ ചെവിയില്ല വീട്ടിൽ. അവൻ പതിയെ സംസാരം നിർത്തും. എന്നിട്ട് ഡിഗ്രി കാലം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെന്താ പറയുക? മകൻ എന്നെ നോക്കുന്നില്ല, അനുസരിക്കുന്നില്ല, മകൾക്ക് എന്നെ വേണ്ട. ആരാണ് ഈ വഴി വെച്ച് കൊടുത്തത്? നമ്മളാണ് അവരെ അകറ്റിയത്. നമ്മളവരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അകറ്റി. പിന്നെ അവർക്ക് മനസ്സിലായി ഈ മാതാപിതാക്കളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. നമ്മളൊക്കെ വലിയ ആളുകളായിരിക്കും, ഉയർന്ന നിലയിലുണ്ടാവും. ഉയർന്ന നിലയിലായ നമ്മളുടെ മക്കൾ നാളെ ഭാവിയിൽ നമ്മളെ പോലെയോ അതിൻ്റെ മുകളിലോ വളരണമെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ തയ്യാറാവണം. പൊതുസമൂഹത്തിൽ മാത്രം സമയം കൊടുത്താൽ പോരാ. വലിയ ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, അവിടെയാണ് ഇവിടെയാണ്, അതൊക്കെ ശരിയാണ്. ഈ നിലയിലേക്ക് മക്കൾ എത്തണ്ടേ? അതിന് മക്കൾക്ക് സമയം, അതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പണി എന്നുള്ളത്. ഞാൻ കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ഇന്നിപ്പോൾ ഈ TV, മൊബൈൽ, സ്ക്രീനിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരു വശത്ത് നിൽക്കട്ടെ. നമ്മൾ ഈ കാണുന്ന ടെലിവിഷൻ ആവട്ടെ, സിനിമയാവട്ടെ, അല്ലെങ്കിൽ മൊബൈലാവട്ടെ, മറ്റു അതിലുള്ള പ്ലാറ്റ്ഫോമുകളാവട്ടെ, ഇതിൻ്റെ അവതരണത്തിലേക്ക് വന്നാൽ നൈതികതയുടെ എത്ര അംശമാണ് അതിലുള്ളതെന്ന് ആലോചിച്ച് നോക്കിയിട്ടില്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒന്നും കാണാൻ കൂടുതൽ, എല്ലാം ചവറാണ്. എല്ലാം ചവറാണെന്ന് പറഞ്ഞാൽ പിന്നെ ചവറന്നെ ഇരുന്ന് കാണുക. ഇതിൽ വരുന്നതിൽ ബഹുഭൂരിപക്ഷവും ഒന്നിൽ അശ്ലീലമാണ്.
അശ്ലീലമോ അർദ്ധനഗ്നമോ ആയ ദൃശ്യങ്ങൾ, സമൂഹത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നും അവരെ വ്യതിചലിപ്പിച്ച് കുഫ്രിയത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങളും മറ്റവതരണങ്ങളും. പിന്നെ കുട്ടികൾ കാണുന്ന കുറേ കാർട്ടൂണുകളുണ്ട്. അതിൻ്റെ കഥ പറയാതിരിക്കലാവില്ല. കുഞ്ഞുങ്ങളെ ഏതോ ഒരു ഫാൻറ്റസി ലോകത്തെ, സാങ്കല്പിക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അപകടങ്ങൾ നിറഞ്ഞ കാർട്ടൂണുകൾ. സ്പൈഡർമാനെ, ബാറ്റ്മാനെ അനുകരിച്ചിട്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചെത്ത കുട്ടികളുണ്ട്. അവിടെ വിചാരിക്കുന്നത് റിയലാണെന്നാണ്. റീല് കണ്ടിട്ട് റിയലാന്ന് വിചാരിക്കുന്ന ആളുകൾ. ഈ മായാവി കഥകൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല, അത് മനസ്സിലാക്കണം. കുട്ടികളെ ഒരിക്കലും നിങ്ങൾ സാങ്കല്പിക ലോകത്ത് വളർത്തല്ലേ, യഥാർത്ഥ ലോകത്തെ വളർത്താവൂ. കാർട്ടൂൺ കുട്ടികളെ കാണിക്കുകയേ ചെയ്യരുത്. അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള വിദഗ്ധരായ ആൾ പറഞ്ഞ് കാർട്ടൂൺ കുട്ടികളുടെ മാനസികമായ വളർച്ചയെ തടയും. എൻ്റെ ബന്ധുവിൻ്റെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. മലയാളി വായിക്കുമ്പോൾ ജനിച്ചാൽ എന്താ സംഭവം എന്നറിയോ? കാർട്ടൂണിൽ ഇംഗ്ലീഷ് കണ്ടിട്ടാ. അപ്പോൾ അവർക്ക് വലിയ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ. കുട്ടി ഏത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഈ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് കുട്ടിക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ. സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല പഠിക്കുന്നതെന്ന് അർത്ഥം. ഇതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെ അനുകരിച്ചുകൊണ്ട് സ്ഥിരം ഒരേ സാധനം ഇങ്ങനെ കാണുന്നതുകൊണ്ട് കേട്ട് തത്ത പറയുന്ന പോലെ കൂട്ടിലിട്ട് വളർത്തുന്ന തത്ത തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലുള്ള എന്താണെന്നറിയില്ലാത്ത ചില പറച്ചിലുകൾ മാത്രമാണ്. ഈ അനുകരണങ്ങൾ, നമ്മുടെ ശീലങ്ങളും നമ്മുടെ ശൈലികളുമൊക്കെ പാശ്ചാത്യൻ്റെ, പടിഞ്ഞാറിൻ്റെ സംസ്കാരമില്ലാത്ത ആളുകളുടെ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതിനെ അനുകരിക്കാനുള്ളൊരു ത്വര വളർത്തുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന, അതിലേക്ക് മാറ്റിയെടുക്കുന്ന അവതരണങ്ങളാണ് ഈ സംഗതിയിലെല്ലാം ഉള്ളത്. മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ നേതാക്കന്മാരുടെ മഹത്വങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കി, ലോക മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് എത്ര മുസ്ലിം നേതാക്കന്മാരറിയാം? മുസ്ലിം എന്ന ലോകത്ത് തീരെ ഇല്ലാത്ത വർഗമൊന്നുമല്ല. ലോകത്ത് രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന മതസമൂഹമാണ് മുസ്ലിങ്ങൾ. എത്ര മുസ്ലിം നേതാക്കന്മാരെ നേതൃത്വത്തെ നമുക്കറിയാം. ലോക സമൂഹത്തിലെ നേതൃത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാ ഓർക്കുക? പെട്ടെന്ന് ട്രംപിൻ്റെ പേര് വരും, വ്ളാഡിമിർ പുടിൻ്റെ പേര് വരും, നെതന്യാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ പറയും, മോഡിയെ കുറിച്ചിട്ട് പറയും. ഈ ലോകത്ത് മുസ്ലിം നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ്? അല്ല, അവരൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ മീഡിയകളിൽ, ഈ TV-യിൽ അല്ലെങ്കിൽ ഈ മൊബൈലിൽ, യൂട്യൂബിൽ, ഇവിടെ ഒന്നും മുസ്ലിം നേതാക്കന്മാർ ചർച്ചയ്ക്കില്ല. അവരൊക്കെ ഒരു സൈഡിലേക്ക് തള്ളിയിട്ട് ഈ ആളുകൾ മാത്രമാണ് ലോക സമൂഹത്തിൻ്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അവരുടെ വേഷമാണ് നമ്മൾ പഠിക്കുക, അവരുടെ ശീലമാണ് നമ്മൾ പഠിക്കുക. ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു അപകർഷത തോന്നേണ്ടതില്ലേ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക്? നമ്മളെന്താ ഒന്നുമല്ലേ, ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളല്ലേ എന്നുള്ളത്. ഇനി പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവതരണം നമ്മുടെ അവിടെ വരും. അതെങ്ങനെ അറിയാം? നമ്മൾ പണ്ഡിതന്മാരെ കളിയാക്കുന്ന തരത്തിൽ, മുസ്ലിം വീരന്മാരെ അവമതിക്കുന്ന തരത്തിൽ. ഇപ്പം ഹമാസും ഇസ്രായേലും തമ്മിൽ പോരാട്ടം ഉണ്ടായി. ഏകപക്ഷ പോരാട്ടം എന്ന് പറയാൻ കഴിയില്ല, അവിടെ കൊലയാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ ആണുങ്ങളായിട്ട് എഴുന്നേറ്റുന്നൊരു സംഘമുണ്ട്, ഹമാസ്. അവരിന്നും ലോകത്തിന് മുമ്പിൽ ഭീകരന്മാരാണ്. സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പോരാടാൻ കാണിച്ച ധീരന്മാരായ ആളുകളെ ലോകമെന്ന് കാണുന്നത് ഭീകരന്മാരായിട്ടാണ്. ആകപ്പാട് 40 കിലോമീറ്റർ ചുറ്റളവുള്ള ഗസ ഇന്നിപ്പോൾ അമേരിക്ക പുതിയ തിട്ടൂരം കൊണ്ടുവന്ന് വെട്ടിമുറിച്ചിട്ട് അതിൻ്റെ പകുതിയായി മുറിച്ച് ബാക്കി ആ പകുതി സ്ഥാനത്ത് അന്താരാഷ്ട്ര സേവന കാവൽ നിൽക്കാൻ പോവാണ്. അവർ ഭീകരന്മാരാണ്. ആരാണ് ഈ കോലത്തിലേക്ക് അവതരിപ്പിക്കുന്നത്? നമ്മളിങ്ങനെ നല്ലതാണ് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഈ ചാനലുകളാണ്, ഈ മീഡിയകളാണ്, ഈ യൂട്യൂബും ഈ ട്വിറ്ററും ഈ ഫേസ്ബുക്കും ഈ സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ പറയുന്ന അവതരണങ്ങളൊന്നും അത് യഥാർത്ഥത്തിലുള്ളതല്ല. ഇനി ഇതിന്ന് ആളുകൾ പഠിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. വഞ്ചന പഠിക്കുന്നു, തട്ടിപ്പ് പഠിക്കാൻ, കവർച്ച എങ്ങനെ നടത്തണമെന്ന് പഠിക്കാൻ, മോഷണം എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ, ഗൂഢാലോചനകൾ തീർക്കുന്ന എങ്ങനെയെന്ന് പഠിക്കാൻ. സിനിമ സ്റ്റൈൽ പ്ലാനിങ് ആയിരുന്നു ബാങ്ക് കവർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. വായിച്ചിട്ടില്ലേ? സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള അന്വേഷണം, ആലോചന, ഇതൊക്കെയാണ് ഇവർക്ക് ഇതിന്ന് കിട്ടുക. സമൂഹത്തിന് കൊള്ളാവുന്ന എന്തെങ്കിലും ഒന്നില്ല. ദുഷ്കർമ്മങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട കുറച്ച് പ്ലാറ്റ്ഫോമുകൾ. ജനം നന്മ എവിടെ നിന്നാണ് പഠിക്കുക? ഇത്രയധികം ദോഷങ്ങളാണ് ഈ സാധനത്തിൽ നിറച്ചു വച്ചിരിക്കുന്നത്.
ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പഴയകാല പണ്ഡിതന്മാർ ഈ സാധനം പറ്റില്ല, ഇത് ഹറാമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം. പക്ഷെ ഇന്ന് കാലം മാറി. കാലം മാറുമ്പോഴത്തേക്കും ചെരുപ്പിനൊത്ത് കാലുമുറിക്കുക എന്നതിനപ്പുറത്ത് ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആലോചിക്കേണ്ടത്. ഇത്രയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണിതെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കുക? നമ്മളതിനെതിരെ ജാഗ്രത പാലിക്കണമല്ലോ. ഇതിങ്ങനെ ലോകത്തിങ്ങനെ സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് പണ്ട് നമ്മൾ ചെയ്ത പോലെ ഇതിനെ മൊത്തം ഇങ്ങനെ ഡോർ അടച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിലേക്ക് വന്നു മാത്രം നമ്മുടെ പോക്കറ്റിൻ്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇത്. അതുകൊണ്ട് ഇനി പഴയത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ പഴയ ഫത്വകൾ അവിടെ ഉണ്ട്. ആ പഴയ ഫത്വകൾ ഏത് സന്ദർഭത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഇനി എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ്. അതിലേക്ക് അത് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന എല്ലാ വഴികളും നമ്മൾ അടക്കുക. എങ്ങനെ? അതിൻ്റെ മാർഗം ഇതാണ്. ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി സുരക്ഷിതമായ മറ്റൊന്ന് സ്ഥാപിക്കുക. അതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പോരാട്ടത്തിൻ്റെ ഈ കളത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. ആളുകൾ മോശം റീൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല റീൽ ഉണ്ടാക്കണം. ചാനലുകൾ അസത്യമായ വാർത്തകൾ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുമ്പോൾ സത്യമായ വാർത്തകൾ പ്രചരിപ്പിക്കണം. അങ്ങനെ ഇതിനെ നേരിടാൻ കഴിയുള്ളൂ. ഉപകാരപ്രദമായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യണം. പക്ഷെ സമൂഹത്തിൻ്റെ ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിൽ നേരെ ചൊവ്വേ നിൽക്കുന്ന ചില ആളുകളും ചില ചാനലുകളും ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ അതിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അതിന് പല കാരണങ്ങളാണ് പറയാം. ഒന്ന് മനസ്സിലാക്കുക, ഈ മേഖലയിൽ സത്യത്തിൻ്റെ കൊടിയും പിടിച്ച് നിൽക്കുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും, ഇല്ലെന്നല്ല. അവരങ്ങ് മൊത്തം ഇതിനെ നടത്തിപ്പുകാർ മൊത്തം ഔലിയാക്കളാണ് എന്ന അർത്ഥത്തിലല്ല. അവർ മനുഷ്യന്മാരാണ്. അനുകരണത്തോടെ ആരെയും പിടികൂടാലോ. ചില സംഗതികളൊക്കെ എങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും അല്ലെ നമുക്ക് ആ റൂട്ടൊന്ന് കയറിപ്പോയോ നോക്കിയാലോ എന്ന് ചില ആളുകൾക്ക് തോന്നും. അപ്പൊ തിന്മയുടെ വക്താക്കളുടെ നയങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഗുണകാംക്ഷയോടെ തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഈ സാധനം മൊത്തം ഇല്ലാതാക്കാൻ നോക്കുകയില്ല. മറ്റ് ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ല വേണ്ടത്. സമയമെടുത്തേക്കാൻ ചിലതൊക്കെ നേരെയാകാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഈ ലോകത്ത് ചില ആളുകളുടെ നന്മേൻ്റെ വഴിയിലേക്ക് വലിച്ചു കയറിക്കണമെങ്കിൽ കുറച്ച് ഹിക്മത്തൊന്നും പോരല്ലോ. അല്ല ഈ ഇസ്ലാമിലേക്ക് ആളുകളെ വിളിക്കുന്നതിനെ കുറിച്ച് ഹിക്മത്ത് പ്രയോഗിക്കണം എന്നാണ്. അപ്പൊ ചില ഹിക്മത്തുകളൊക്കെ വേണ്ടി വരും. തിന്മയുടെ വഴിയെ പോകുന്ന ആളുകളെ ഹിദായത്തിലേക്ക് തിരിക്കാൻ ചെറിയ ഹിക്മത്തും ഈ കാലത്ത് പോരാന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത് നമുക്ക് സാധിക്കാത്തൊരു ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ഈ തിന്മയുടെ ഈ കൂടാരത്തിൽ, ഈ കളിയരങ്ങിൽ നമുക്ക് നന്മയുമായി ഇറങ്ങാൻ കഴിയില്ല. കേരളത്തിൽ ജീവിച്ചിരുന്ന പഴയ പണ്ഡിതനും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു നേതാവുമായിരുന്ന സിദ്ദീഖ് സാഹിബ് പോലെ അന്ന് നമ്മൾ ഈ പെട്ടി പൊട്ടിച്ചു കളയും എന്നാ പറഞ്ഞു. ഇതും കൊണ്ട് നേരായ വഴിക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മളന്ന് ഈ പെട്ടി പൊട്ടിച്ചു കളയും. അപ്പൊ പൊരുതി നിൽക്കുക എന്നുള്ളതാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അത് സോഷ്യൽ മീഡിയയുടെ വഴിയിലാണെങ്കിലും, ഇനി അതല്ല പഴയ TV-ൻ്റെ വഴിക്കാണെങ്കിലും, നിങ്ങളുണ്ടാക്കുന്ന റീലിൻ്റെ വിഷയത്തിലാണെങ്കിലും, പാടുന്ന പാട്ടിലാണെങ്കിലും നന്മകളുടെ അംശം സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു മീഡിയയായി ഇതൊക്കെ മാറിയ കാലത്ത് പ്രത്യേകിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, ഒരു മീഡിയ ആയി ഇതൊക്കെ മാറിയ ഈ ഒരു കാലഘട്ടത്തിൽ TV-യും ഇൻ്റർനെറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശർഈയായ കുറേ സൂക്ഷ്മതകൾ നമുക്ക് പുലർത്താനുണ്ട്. നമ്മളിത് യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഉപയോഗിക്കുന്നവരാണ് എന്നതുകൊണ്ട് ഇതിൽ വരുന്ന നഗ്നത പ്രദർശനങ്ങൾ,
നിഷിദ്ധമായ മ്യൂസിക്കുകൾ, തെറ്റായ വിശ്വാസങ്ങളുടെ കാഴ്ചകൾ, ദൈവനിഷേധത്തിലേക്കുള്ള ക്ഷണം, ഇങ്ങനെയുള്ള നന്മകൾക്കെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കൺമുമ്പിലേക്ക് വരുമ്പോൾ കണ്ണ് പൂട്ടാനുള്ള പടച്ചതമ്പുരാൻ്റെ നിർദ്ദേശം ഇതിലും കൂടി ബാധകമാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മളോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞത് ഈ പ്രത്യക്ഷ ലോകത്ത് മാത്രമല്ലല്ലോ. സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നുണ്ട്, റസൂലെ പറയുക, ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിന്ന വയഹ്ഫളൂ ഫുറൂജഹുന്ന. സത്യവിശ്വാസികളോട് പറ, അവർ അവരുടെ കണ്ണ് താഴ്ത്തട്ടെ, അവർ അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു രക്ഷിക്കട്ടെ. അതാണ് അസ്കാലഹും, അവർക്ക് അവരുടെ വിശുദ്ധിക്ക് ഏറ്റവും അതാണ് വിശുദ്ധരാവാൻ ഏറ്റവും നല്ലത്. നിങ്ങൾ അങ്ങനെ കണ്ണ് താക്കുന്നില്ലെങ്കിൽ ഇന്നല്ലാഹ ഖബീറും ബിമാ യഅമലൂൻ യസ്നഊൻ, ഈ ആളുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് നാളെ പരലോകത്ത് പറഞ്ഞു തരും. അള്ളാഹിനെ കാണാതെ നിങ്ങൾ ഒളിച്ചു നോക്കി എൻ്റെ സ്ക്രീനിലേക്ക് മറ്റൊരു കണ്ണില്ല, അതുകൊണ്ട് ഞാനിത് കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല, വേറെ ആരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ കണ്ട കാഴ്ചകളുണ്ടല്ലോ, അത് നാളെ ഖബീറും ബിമാ യസ്നഊൻ, നാളെ അള്ളാഹ് അത് നമ്മളോട് പറയും. സത്യവിശ്വാസികളോട് പ്രത്യേകമായി ഈ കൽപ്പന അള്ളാഹു നൽകുന്നുണ്ട്. വഖുല്ലിൽ മുഅ്മിനാത്തി, നബിയെ വിശ്വാസിനികളോട് പറയുക, യഗ്ളൂന മിൻ അബ്സാരിഹിൻ, അവരും അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. പ്രത്യക്ഷ ലോകത്തും സ്ക്രീനിലെ കാഴ്ചകളിലും അവരും അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരും അവരുടെ ഗുഹ്യാവയവങ്ങളെ കാക്കട്ടെ. കണ്ണടയ്ക്കുക എന്നതാണ് ലൈംഗിക വിശുദ്ധിയുടെ അടിസ്ഥാനമായി ഇസ്ലാം പറയുന്നത്. കണ്ണ് മനസ്സിൻ്റെ കണ്ണാടിയാണ്. കണ്ണടച്ചാൽ മനസ്സിനെ കാമവികാരങ്ങളിൽ നിന്നും വൈകാരിക താല്പര്യങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ നമുക്ക് കഴിയും. കണ്ണിനെ അഴിച്ചുവിട്ടാൽ കണ്ണതിൻ്റെ എല്ലാ കാമനകളെയും തുറന്നുവിടും. സ്വഹീഹ് മുസ്ലിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവർത്തനം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളൽ ഇബ്നു അബ്ബാസിനെയും കൂട്ടി തൻ്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. ഫളൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകനാണ്. നബി അദ്ദേഹത്തെ തൻ്റെ കൂടെ ഇരുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ നിന്നും പെരുന്നാൾ ദിവസം റസൂല് മിനയിലേക്ക് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഒട്ടകത്തെ കടന്നിട്ട് കുറച്ച് യുവതികളായ പെണ്ണുങ്ങൾ കടന്നുപോയി. ഹജ്ജിന് വന്നതാണ് അവർ. ഇത് കണ്ട് ചെറുപ്പക്കാരനായ ഫളിലിന് അവരെ നോക്കാൻ സ്വാഭാവികമായൊരു മോഹം ഉണ്ടാവുമല്ലോ. നബീൻ്റെ ഒട്ടകത്തിൻ്റെ അരികിലൂടെ കടന്നുപോയ യുവതികളായ ആളുകളെ ഫളിൽ ഇങ്ങനെ സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരന് തോന്നുന്ന ഒരു താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി. റസൂലുണ്ട് ഫളിലിൻ്റെ തല ഇങ്ങനെ മറുവശത്തെ ഇങ്ങനെ തിരിച്ചു പിടിച്ചു എന്നാണ്. ഫളിൽ ഇങ്ങോട്ട് നോക്കിയപ്പോൾ നബി ഒന്നും പറയണില്ല, തല ഇങ്ങനെ നേരെ മുമ്പിൽ എന്നിട്ട് ഫളിൽ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തത്സമയ ഇടപെടലാണ്. ഇത് നമുക്കും ഇങ്ങനെ തിരിക്കാൻ കഴിയണം. നമ്മളുടെ മക്കളെയും, നമ്മുടെ സ്വന്തം മക്കൾ മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ ബാക്കി ചെറുപ്പക്കാരുടെയും തലകളെ തിന്മയിൽ നിന്നും തിരിക്കാൻ നമുക്ക് ഇങ്ങനെ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. ആ സമയത്ത് ഇടപെടുക എന്നുള്ളതാണ്. പിന്നീടത്തേക്ക് മാറ്റിവെക്കാൻ കഴിയും. തിന്മകളുടെ പ്രശ്നം, തിന്മകളുടെ കൂടെ നമ്മൾ കൂടിയ തിന്മ നമ്മളെയും കൊണ്ടുപോകും എന്നുള്ളതാണ്. കാഴ്ചയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് വ്യഭിചാരം എന്നാണത്. ഇന്നല്ലാഹ അസ്സ വജല്ല കതബ അല ബിനി ആദമ ഹദ്ദഹു മിനസ് സിന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വഹീഹ് ബുഖാരിയിൽ കാണാം. അല്ലാഹു മനുഷ്യപുത്രന് അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും സിനാന്റെ ഓരോ വ്യഭിചാരത്തിന്റെ ഓരോ ഭാഗം വെച്ചിട്ടുണ്ട്. വ്യഭിചാരം എന്നുള്ളത് വ്യഭിചാരത്തിന്റെ അവയവം കൊണ്ട് മാത്രം സംഭവിക്കുന്ന സംഗതിയല്ല. മനുഷ്യന്റെ സകല അവയവങ്ങളിലും വ്യഭിചാരത്തിന്റെ ഒരു അംശമുണ്ട്. ഫൽഐനു തസ്നി, കണ്ണ് വ്യഭിചരിക്കും. വസിനാഹ അന്നളർ, കണ്ണിന്റെ വ്യഭിചാരം എന്നുള്ളത് അതിന്റെ നോട്ടാണ്. വല്ലിസാനു യസ്നി, നാവ് വ്യഭിചരിക്കും. വസിനാഹ അന്നുതുഖ്, കാമപരമായ സംഗതികൾ നാക്കുകൊണ്ട് പറയുക എന്നുള്ളതാണ് നാവിന്റെ വ്യഭിചാരം. വരിജുലു തസ്നി, കാലിന് വ്യഭിചാരമുണ്ട്. വസിനാഹ അൽഖത്യു, നടത്തമാണ്, തിന്മയിലേക്കുള്ള നടത്തമാണ് കാലിന്റെ വ്യഭിചാരം. വലിയതു തസ്നി, കൈയും വ്യഭിചരിക്കും. അതിൻ്റെ സിന എന്നുള്ളത് അൽ ബത്ഷു, കൈകൊണ്ട് തൊടുക, പിടിക്കുക എന്നുള്ളതാണ്. വൽ ഖൽബു യഹ്വി, അവസാനം മനസ്സ് അത് യഥാവിധി ആഗ്രഹിക്കും. വയതമന്ന വൽ ഫർജു യുസദ്ദിഖു, ഗുഹ്യാവയവും ഈ പറഞ്ഞ താല്പര്യങ്ങളൊക്കെ അവസാനം പൂർണ്ണതയിലേക്ക് എത്തിക്കും.
സൂക്ഷിക്കേണ്ടതാണ്. കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്. സ്ക്രീനിൽ മിന്നി പറയുന്ന ഇത്തരത്തിലുള്ള തെറ്റുകൾ കാണുമ്പോൾ കണ്ണ് പൂട്ടാൻ നമുക്ക് കഴിയണം. അത് മാറ്റിവിട്ട് നന്മയുടെ വഴിയിലേക്ക് പോകാൻ കഴിയണം. നിലവിൽ ഈ സ്ക്രീനുകളുടെ ഉള്ളിലുള്ള ഇൻ്റർനെറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അൽഗോരിതം എന്നുള്ളത് നമ്മൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകൾ തന്നെ പിന്നെയും നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോൺ ഓരോരുത്തരും ചെക്ക് ചെയ്താൽ അത് നോക്കുന്നവരാ. ഒരു മൊബൈൽ ടെക്നീഷ്യൻ്റെ അടുത്ത് ഈ മൊബൈൽ നിങ്ങൾ നന്നാക്കാൻ കൊടുക്കുമ്പോഴേ അയാൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ തരക്കാരനാണെന്നുള്ളത്. എന്താണ് നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്? സൂക്ഷിക്കുക. നമ്മൾ മാത്രമല്ല, നമ്മളുടെ തെറ്റുകൾ മറ്റുള്ളവരും പോലും സിമ്പിളായി അറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് അത് പടച്ചതമ്പുരാൻ കാണുന്നുണ്ട്. പരലോകത്ത് നാഥൻ അതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ മുമ്പാകെ അറിയിക്കുകയും ചെയ്യും. എല്ലാവിധ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിനെ കാക്കുമാറാകട്ടെ. നമ്മുടെ കാതിനെയും കയ്യിനെയും കാലിനെയും ഒക്കെ എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ധാരാളം തിന്മകൾ ഞങ്ങളെ അറിയാതെ ചെയ്തു പോയിട്ടുണ്ട്. നീ ഞങ്ങളുടെ നന്മയുടെ വഴിയിലേക്ക് നടത്തുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് നന്മയുടെ വഴിയിൽ നടന്നു പോകാൻ കഴിയില്ല. കാരുണ്യവാനായ നാഥ, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ അല്ലാഹു. സച്ചരിതരായ നിന്റെ പ്രിയപ്പെട്ടവരായ ആളുകൾ, നീ അനുഗ്രഹം ചെയ്ത ആളുകളെ ഏത് നന്മയുടെ വഴിയിലാണോ നീ വഴി നടത്തിയത് നാഥ, ഞങ്ങളെയും ആ നന്മയുടെ വഴിയിൽ നീ വഴി നടത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ലാലുകളുടെയും മുതലുകളുടെയുമായ നിന്റെ കോപത്തിന് പാത്രീഭൂതരായ ആളുകളുടെ വഴിയെ നീ ഞങ്ങളെ ഒരിക്കലും നയിക്കല്ലേ അല്ലാഹുവേ. അല്ലാഹുവേ, ഫലസ്തീനിൽ ഇപ്പോഴും രക്തമൊഴുകുന്നുണ്ട്. വെടിനിർത്തൽ കഴിഞ്ഞിട്ടും ഇന്നലെയും 10-30 ആളുകളെ ഇസ്രയേൽ കൊന്ന് തള്ളിയിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരങ്ങൾക്ക് നീ തുണയാകണേ അല്ലാഹുവേ. നീ അവരെ സഹായിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണമേ അല്ലാഹുവേ. സാമ്പത്തികമായും ശാരീരികമായും മറ്റ് പലതരത്തിലും കഷ്ടപ്പെടുന്ന പല ആളുകളും ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും എല്ലാ വേദനയും വേപതവും അറിയുന്നത് നീയാണ് നാഥ. എല്ലാവർക്കും നീ സമാധാനവും ശാന്തിയും സുഖവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.